ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇത്തവണത്തെ വീഡിയോ ലാൻഡ് ട്രൈബ്യൂണലുകളിൽ നിന്ന് ലഭിക്കുന്ന പട്ടയങ്ങളെക്കുറിച്ചും മിച്ചഭൂമി പട്ടയങ്ങളെക്കുറിച്ചും ആകട്ടെ എന്ന് എഴുതി. നമുക്കറിയാം, നമ്മുടെ കൈവശമുള്ള ഭൂമി അത് ചിലപ്പോൾ വെറുമ്പാട്ട ഭൂമികളാവാം, അല്ലെങ്കിൽ ദേവസ്വം വക ഭൂമികളുടെ ഒരു മുൻ ചരിത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ ജന്മിമാരുടെ ഭൂമിയായിരിക്കാം. ഇതിന് പട്ടയം ഇല്ലെങ്കിൽ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അതായത് ലാൻഡ് ട്രൈബ്യൂണലുകളെയാണ് ആശ്രയിക്കാറുള്ളത്. ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർക്ക് നമ്മൾ അപേക്ഷ നൽകി പട്ടയം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തഹസിൽദാർ സ്വീകരിച്ച് പട്ടയം നൽകും. ഇപ്രകാരം പട്ടയങ്ങൾ നൽകുമ്പോൾ അവ അതാത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണമുണ്ട്. അതായത് നമ്മളൊരു പഴയ കാല പട്ടയം അന്വേഷിച്ച് അതിൻ്റെ കോപ്പി ലഭിക്കുന്നതിന് വേണ്ടി ഒരു ലാൻഡ് ട്രൈബ്യൂണൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താലൂക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എങ്കിൽ പൊടിഞ്ഞ് നശിച്ചു പോയി, അല്ലെങ്കിൽ പകർപ്പ് ലഭ്യമല്ല, അല്ലെങ്കിൽ ഈ ഫയൽ തന്നെ ഇവിടെ ഇല്ല, രേഖകളൊന്നുമില്ല എന്നുള്ള മറുപടിയായിരിക്കും ലഭിക്കുന്നത്. അതായത് പട്ടയ ഉടമയുടെ കയ്യിലും പട്ടയമില്ല, അത് കൊടുത്ത ഓഫീസിലും പട്ടയമില്ല എന്നുള്ളൊരു ദുസ്ഥിതിയുണ്ട്. ഈ ദുസ്ഥിതിക്ക് പരിഹാരമായിട്ടാണ് ലാൻഡ് ബോർഡും കേരള ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സബ് രജിസ്ട്രാർമാർക്കും അതുപോലെ തന്നെ ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർമാർക്കും നൽകിയിട്ടുള്ളത്. അതായത് ഒരു പട്ടയം നൽകി അത് പട്ടയക്കാർക്ക് ലഭിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ അതാത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്ക് ഒരു പകർപ്പ് അയച്ചു കൊടുക്കണം. രജിസ്ട്രാർ അത് ഒന്നാം പുസ്തകത്തിൽ ചേർത്ത് തുടർ നടപടികൾ സ്വീകരിക്കും. ഇപ്രകാരം നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളൊരു ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ ഈ പട്ടയങ്ങൾ ബാധ്യതാ സർട്ടിഫിക്കറ്റിൽ കയറി വരികയുള്ളൂ. അതുപോലെ തന്നെ ഒരു പട്ടയത്തിൻ്റെ പകർപ്പ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയാൽ മതി, നമുക്ക് ആ പട്ടയത്തിൻ്റെ പകർപ്പ് അനായാസം ലഭിക്കും. ഒരിക്കലും ഇല്ല എന്നുള്ള മറുപടി ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പട്ടയം വാങ്ങുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് അന്വേഷിച്ച് പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ബെല്ലൈക്കൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.